നാസയുടെ ചാന്ദ്ര ദൗത്യം ആർട്ടിമിസ് 2 വീണ്ടും നീട്ടി. ഹീലിയത്തിന്റെ ഒഴുക്കിൽ തടസ്സം കണ്ടെത്തതിനെ തുടർന്നാണ് ദൗത്യം പ്രതിസന്ധിയിലായത്. റോക്കറ്റിനെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് നാസ. ഏപ്രിൽ 1 അടുത്ത വിക്ഷേപണ തീയതി. രണ്ടാം വെഡ് ഡ്രസ് റിഹേഴ്സലിനു പിന്നാലെ ഗുരുതര സാങ്കേതിക പിഴവ് കണ്ടെത്തിയെന്ന് നാസ അധികൃതർ അറിയിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം മാർച്ച് 6 വിക്ഷേപണമുണ്ടാകില്ല. റോക്കറ്റിലേക്കുള്ള ഹീലിയം വിതരണ സംവിധാനത്തിൽ ഗുരുതര പിഴവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. റോക്കറ്റ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമങ്ങൾ തുടരുമെന്ന് മിഷൻ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ലോഞ്ച് പാഡിൽ നിന്ന് SLS റോക്കറ്റ് അസംബ്ലി യൂണിറ്റിലേക്ക് മാറ്റും. ഫെബ്രുവരി 20 നടത്തിയ വെഡ് ഡ്രസ് റിഹേഴ്സലിൽ 98 മീറ്റർ ഉയരമുള്ള SLS റോക്കറ്റിൽ അതിശീതീകരിച്ച ദ്രാവക ഇന്ധനം നിറച്ചുള്ള പരിശോധന ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ പൂർത്തിയായിരുന്നു. മാർച്ച് 6 വിക്ഷേപണം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു അധികൃതർ. എന്നാൽ ഗുരുതര സാങ്കേതിക പിഴവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലായത്. യഥാർത്ഥ ഇന്ധനം ഉപയോഗിക്കുകയും വിക്ഷേപണത്തിന് തൊട്ടുമുൻപ് നിർത്തുന്നതുമായ പരിശീലന കൗണ്ട് ഡൌണാണ് വെഡ് ഡ്രസ് റിഹേഴ്സൽ. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റിന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ആർട്ടിമസ് ദൗത്യത്തിൽ പങ്കെടുക്കുക. 50 വർഷത്തിനു ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൗത്യമാണ് ആർട്ടിമസ് 2. ദൗത്യത്തിൽ ചന്ദ്രനിലിറങ്ങാതെ യാത്രികരെയും വഹിച്ചുള്ള ഒറിയോൺ പേടകം ചന്ദ്രനെ വലം വച്ച് ഭൂമിയിലേക്ക് മടങ്ങും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.